സാധാരണക്കാരെ പ്രശസ്തരാക്കാനും പ്രശസ്തരെ വലിച്ചു താഴെയിടാനും ജനങ്ങൾക്കിന്ന് എളുപ്പമാണെന്ന് തന്നെ പറയാം. ഒരു വെള്ളിയാഴ്ച കൊണ്ട് സിനിമാ താരത്തിൻ്റെ ഭാവി മാറി മറിഞ്ഞേക്കാമെന്ന് പണ്ട് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ക്ലിക്ക് കൊണ്ട് ഇൻഫ്ലുവൻസർമാരുടെ ജീവിതം മാറി മറിയും എന്ന പ്രയോഗമാണ് കൂടുതൽ ഉചിതം. ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണയുടെ അവസ്ഥ ഇങ്ങോട്ടാണോ എന്നാണ് ഇപ്പോൾ വരുന്ന ചോദ്യം. വിവാദ പരാമർശത്തിന് ശേഷം ദിയാകൃഷ്ണയുടെ ജനപ്രീതി കുത്തനെ ഇടിയുന്നു. മുമ്പ് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും ശക്തമായ എതിർപ്പ് ആദ്യമായാണ് ദിയ നേരിടുന്നത്. എന്നാൽ വിട്ടുകൊടുക്കാൻ ദിയ തയ്യാറായിരുന്നില്ല. താൻ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മൂന്നാംകിട മീഡിയകളെ വീഡിയോ കണ്ട് തന്നെ വിലയിരുത്തുന്നവരെ താൻ കാര്യമാക്കുന്നില്ല എന്നും ദിയാകൃഷ്ണ പറഞ്ഞിരുന്നു. എന്നാൽ ദിയ വാശി കാണിച്ചപ്പോൾ അതിലേറെ വാശി വ്യൂവേഴ്സും കാണിച്ചുവെന്ന് തന്നെ പറയാം. തുടരെ വീഡിയോകളിട്ട് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ദിയ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. കൂട്ടമായി ദിയയുടെ യൂട്യൂബ് ചാനൽ ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്തു. കണക്കുകൾ നോക്കിയാൽ 20,000 പേർ ഇതിനോടകം തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. വലിയ കൊഴിഞ്ഞുപോക്കാണിത്. 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ദിയയ്ക്ക് മുമ്പെങ്കിൽ ഇന്ന് 1.48 പഴയതുപോലെ വ്യൂസും ഇല്ല. വലിയ ഇടവേളയില്ലാതെ തുടരെ വീഡിയോകൾ പങ്കുവച്ചിട്ടും ഫലമില്ലാതായി. വ്ളോഗിന് വരുന്നതിൽ ഭൂരിഭാഗവും നെഗറ്റീവ് കമൻറ്റുകൾ മാത്രമാണ്. നെഗറ്റീവ് കമൻറ്റിടുന്നവരെ ബ്ലോക്ക് ചെയ്യുമെന്ന് ഇതിനിടെ തന്നെ ദിയ മുന്നറിയിപ്പ് നൽകിയതാണ്. അങ്ങനെയെങ്കിൽ വലിയ കുറവ് വ്യൂവേഴ്സിൽ ഉണ്ടാവുകയും ചെയ്യും. കാരണം അത്രയധികം നെഗറ്റീവ് കമൻറ്റുകൾ ഹെയ്റ്റ് ക്യാമ്പയിൻ ദിയയെ മാത്രമല്ല കുടുംബാംഗങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലേക്കും വരുന്നുണ്ട്. വിഷയത്തിൽ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയോ സഹോദരിമാരോ ഇടപെടാൻ സാധ്യതയുമില്ല. കാരണം ഇവർ ഇവരുടേതായ വിഷയങ്ങളിൽ ഹെയ്റ്റ് കമൻറ്റുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഡാമേജ് കൺട്രോളിനായി ദിയയുടെ പിതാവ് കൃഷ്ണകുമാർ പതിവ് രീതിയിലുള്ള ഉപദേശവാക്കുകളുമായി വന്നേക്കാം. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നേരിടാൻ ഇത് മതിയോ എന്ന് സംശയവുമാണ്. അശ്വിൻ്റെ അമ്മ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിച്ചാൽ ഒരു പക്ഷേ പ്രശ്നത്തിന് അയവുണ്ടായേക്കാം. എന്നാൽ